الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. രണ്ട് തരത്തിലുള്ള ആരാധനയുണ്ട്. ഒന്ന് ശരീരം കൊണ്ടുള്ള ആരാധന, രണ്ട് ഖൽബ് കൊണ്ടുള്ള ആരാധന. ഈ രണ്ട് ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് ഹൃദയം കൊണ്ടുള്ള ആരാധനയായ തവക്കുൽ എന്നത്. അള്ളാഹുവിനെ പൂർണ്ണമായും ആശ്രയിക്കുക എന്നർത്ഥം. ഇഹലോകത്തെയും പരലോകത്തെയും കാര്യങ്ങളിൽ നേട്ടങ്ങൾ കൊണ്ടുവരാനും ദോഷങ്ങൾ ഒഴിവാക്കാനും സർവശക്തനായ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഫലമേൽപ്പിക്കുക എന്നതാണ് തവക്കുൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. ദാസനായ ഓരോരുത്തരും അവർക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും അല്ലാഹു അല്ലാതെ നൽകുന്നില്ല. എന്ത് കാര്യം നമുക്ക് തടഞ്ഞിട്ടുണ്ടോ അത് അല്ലാഹു അല്ലാതെ തടഞ്ഞു വെക്കുന്നില്ല. ഉപദ്രവമോ ഗുണമോ ചെയ്യുന്നില്ല. അല്ലാഹു അല്ലാതെ മറ്റാർക്കും അത് ചെയ്യാൻ സാധിക്കുകയില്ല. നബിയെ, നിനക്ക് അല്ലാഹു വല്ല ഉപദ്രവത്തെയും ബാധിപ്പിക്കുകയാണെങ്കിൽ അവനല്ലാതെ അതിനെ നീക്കം ചെയ്യുന്നവൻ ആരുമില്ല. നിനക്ക് അവൻ വല്ല ഗുണത്തെയും ബാധിപ്പിക്കുകയാണെങ്കിൽ അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനത്രേ. നമ്മുടെ കഴിഞ്ഞ കാലത്ത് എന്തൊക്കെ ഗുണം ലഭിച്ചോ അതിൻ്റെ മുഴുവൻ കാരണക്കാരൻ അല്ലാഹുവാണ്. പരീക്ഷണമായി എന്തൊക്കെ ദോഷവും ഉപദ്രവവും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചോ അതിൻ്റെ മുഴുവൻ കാരണക്കാരൻ അല്ലാഹുവാണ്. അപ്പോൾ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹുവിനെ മാത്രം ഫലമേൽപ്പിക്കലേ നമുക്ക് നിവൃത്തിയുള്ളൂ. എന്തെന്തനുഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ടോ അതിനൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ തൃപ്തി നേടുക എന്നതല്ലാതെ വേറെ മാർഗമില്ല. ഫതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത് വസബ്ബിഹ് ബിഹംദിഹി വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറ. നബിയെ, മരണം ബാധിക്കാതെ സജീവനായുള്ളവനിൽ കാര്യങ്ങൾ ഫലമേൽപ്പിക്കുക.
അവന് സ്തോത്രം ചെയ്യുന്നതോടെ കീർത്തനം ചെയ്യുകയും ചെയ്യുക. തൻ്റെ അടിയാന്മാരുടെ പാപങ്ങളെക്കുറിച്ച് സൂക്ഷ്മജ്ഞാനിയായി അവൻ മാത്രം മതി. എന്തു ബാധിച്ചാലും അത് വിശ്വാസികൾക്ക് അള്ളാഹുവിൽ നിന്നാണെന്നുള്ള വിശ്വാസത്തിൽ ലഭിക്കുന്ന ആശ്വാസം വളരെ വലുതാണ്. ഇവിടെ പരമേൽപ്പിക്കുന്നതിനാസ്പദമായ ചില ഗുണവൈശിഷ്ട്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് എടുത്തു പറഞ്ഞു. ഒന്ന്, അവനാരാണ്? അൽ ഹയ്യുൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരണമില്ലാത്തവൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അവൻ തൻ്റെ അടിയാന്മാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സസൂക്ഷ്മമറിയുന്നവനാണ്. അഥവാ ഇനി എന്ത് സംഭവിക്കുമെന്നും ഇതുവരെ എന്ത് സംഭവിച്ചുവെന്നും ഇപ്പോഴെന്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും അള്ളാഹുവിനറിയാം. ഇനിയോ ആകാശഭൂമികളടക്കമുള്ള സകല വസ്തുക്കളുടെയും സൃഷ്ടാവും സിംഹാസനാധിപതിയും അവനാണ്. എന്നിരിക്കെ മറ്റാരിലും ഭരമേൽപ്പിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. നീ പറയുക, ഞങ്ങൾക്ക് അള്ളാഹു നിശ്ചയിച്ച് രേഖപ്പെടുത്തിയതല്ലാത്ത ഒന്നും ഞങ്ങളിൽ ബാധിക്കുകയില്ല. അവൻ ഞങ്ങളുടെ യജമാനനാകുന്നു. അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. സത്യവിശ്വാസികളിൽ അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. സത്യവിശ്വാസിയാണോ പൂർണ്ണമായ തവക്കുലിലായിരിക്കണം ജീവിക്കേണ്ടത്. അള്ളാഹു നിശ്ചയിച്ചു വച്ചതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മുൻകരുതൽ കൊണ്ടൊന്നും അതില്ലാതാക്കാൻ സാധ്യമല്ല. ഞങ്ങളുടെ യജമാനൻ അവനായതുകൊണ്ട് അവൻ്റെ കൽപ്പന അനുസരിക്കുകയേ ഞങ്ങൾക്ക് നിവൃത്തിയുള്ളൂ. നമ്മളെല്ലാവരും ആരാണ്? നമ്മളെല്ലാവരും അബ്ദുല്ലാ, അള്ളാഹുവിൻ്റെ അടിയാറുകളാണ്. അള്ളാഹു ഉദ്ദേശിച്ചതേ ഈ ലോകത്ത് നടക്കുകയുള്ളൂ. അതുകൊണ്ട് അവനു കീഴ്പ്പെട്ട് ജീവിക്കുകയല്ലാതെ ഒരു മനുഷ്യനും വേറെ നിവൃത്തിയില്ല. അതാണ് ഞങ്ങൾ ചെയ്യുന്നതും എന്ന് സാരം. വതവക്കൽ അലൽ അസീസിർ റഹീം, പ്രതാപശാലിയും കരുണാനിധിയുമായവൻ്റെ മേൽ എല്ലാം ഭരമേൽപ്പിക്കുക. അവനെ ഏൽപ്പിച്ചാൽ പിന്നെ പരിഭവപ്പെടേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, പ്രയാസം അനുഭവിക്കേണ്ടതില്ല. അല്ലദീ യറാക ഹീന തഖൂം, നബിയോട് പറയുകയാണ്. അതായത് നീ നിന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവനാര്? അല്ലാഹു. വതഖല്ലുബക ഫിസ്സാജിദീൻ, സുജൂദ് സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ ചലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക. ഇന്നഹു ഹുവസ് സമീഉൽ അലീം, നിശ്ചയമായും അവൻ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും. മനസ്സിൻ്റെ ചിന്തകൾ പോലും ഒപ്പിയെടുത്ത് നമ്മുടെ വിധി നിർണയ നാളിൽ പുറത്തേക്ക് കൊണ്ടുവരുന്ന അള്ളാഹുവാണ് ഈ ലോകത്തിൻ്റെ അധിപൻ, ഈ ലോകത്ത് നിയന്ത്രിക്കുന്നവൻ. മുദബ്ബിറുൽ ആലം അള്ളാഹുവാണ്. അള്ളാഹുവിനാണ് ഈ ലോകത്ത് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവക്കുലിന്റെ മഹത്വം പറഞ്ഞു. ലൗ അന്നകും കുൻതും തവക്കുലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറുസിഖ്തും കമാ തർസുഖുത് തയ്ർ തഅദു ഖിമാസ വതറൂഹു ബിതാന. അള്ളാഹുവിൽ ആശ്രയം അർപ്പിച്ച ഒരാൾക്ക് പക്ഷിക്ക് ഭക്ഷണം നൽകുന്നത് പോലെ ഭക്ഷണം നൽകും. രാവിലെ വിശന്നു വലഞ്ഞെങ്ങോട്ടോ പറന്നു പോകുന്ന പക്ഷി വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ നിറവയറുമായി തിരിച്ചു വരുന്നത് പോലെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നവൻ്റെ കാര്യത്തിൽ അള്ളാഹു ഇടപെടും. വമയ്യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജ, ആർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവനേതു പ്രശ്നത്തിനും ഒരു പോം വഴി അള്ളാഹു തആല കാണിച്ചു കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, കണക്കില്ലാത്ത റിസ്ക് അള്ളാഹു അവന് നൽകും. ആരെങ്കിലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ അവന് അള്ളാഹു മതി. ഇന്നല്ലാഹ ബാലിഉ അംരിഹി, അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് അള്ളാഹു അതിജയിക്കുന്നവനാണ്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദ്റ, എല്ലാ കാര്യത്തിനും അള്ളാഹു തആല നിർണയം നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് കണക്കില്ലാത്ത ഉപജീവനം ലഭിക്കണോ, അള്ളാഹു തആല നമ്മളെ സഹായിക്കണോ, പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കടക്കണോ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മനുഷ്യർ മുഴുവൻ കഷ്ടപ്പെടുന്നത് തവക്കുലിൻ്റെ അഭാവം കൊണ്ടാണ്.
തവക്കുലിൻ്റെ കുറവ് കൊണ്ടാണ്. പ്രത്യക്ഷ കാരണങ്ങളിൽ പറ്റിപ്പിടിച്ച് അവയുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു ചികിത്സ നടത്തുന്നുണ്ടെങ്കിൽ ചികിത്സയിൽ തവക്കുൽ ചെയ്യുന്നു. ഒരു കച്ചവടം നടത്തുമ്പോൾ അതിൻ്റെ ക്രയവിക്രയങ്ങളിൽ തവക്കുൽ ചെയ്യുന്നു. ഒരു ഹോട്ടൽ നടത്തുമ്പോൾ അതിൻ്റെ ക്രയവിക്രയങ്ങളിൽ തവക്കുൽ ചെയ്യുന്നു. അധ്യാപനം നടത്തുമ്പോൾ അതിൻ്റെ ക്രയവിക്രയങ്ങളിൽ തവക്കുൽ അല്ല. തവക്കുൽ ചെയ്യേണ്ടത് ഒന്നിൽ മാത്രം. ഈ ലോകത്ത് നിയന്ത്രിക്കുന്ന നമ്മുടെ ഭാവിയെ നിർണയിച്ച അള്ളാഹുവിൽ മാത്രം തവക്കുൽ ചെയ്യുമ്പോൾ എന്താണോ പ്രവർത്തിക്കേണ്ടത് അത് പ്രവർത്തിച്ചാൽ അതിൻ്റെ റിസൾട്ട് മുഴുവൻ അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് ആ റിസൾട്ട് നന്നാവണമെങ്കിൽ അത് ചെയ്യുന്ന വഴി നന്നാവണം. ഹറാമുകളിലേക്ക് പോകാൻ പാടില്ല. തവക്കുൽ നഷ്ടപ്പെടും. നമ്മൾ അസ്ബാബുകളിലേക്ക് ചേർന്നു നിൽക്കുമ്പോൾ, ഒട്ടി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ വിശ്വാസമാണ്. അതുകൊണ്ട് മനുഷ്യൻ പരമാവധി ശ്രമിച്ചാൽ മാത്രം പോരാ, പൂർണ്ണമായി അല്ലാഹുവിൽ അർപ്പിക്കുകയും വേണം. വതവക്കുൽ അലല്ലാഹി തസുഖു ഇലൈക്കൽ അർസാഖു ബിലാ തഅബി വലാ തകല്ലുഫ്. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ അധ്വാനമോ പരിശ്രമമോ കൂടാതെ ഉപജീവന മാർഗം അള്ളാഹു നൽകും. അത്തവക്കുൽ ജിമാഉൽ ഈമാൻ. തവക്കുൽ എന്നത് വിശ്വാസത്തിൻ്റെ കാതലാണ്. ഒരു കാര്യത്തിൻ്റെ കാതൽ, കാമ്പ്, അതിൻ്റെ ഏറ്റവും വലിയ സത്ത അതേതെന്ന് പറഞ്ഞാൽ ആ കാര്യമില്ലെങ്കിൽ ആ കാര്യത്തിൻ്റെ മുഴുവൻ പവറും അവസാനിച്ചു. അതുകൊണ്ട് തവക്കുലുള്ളവനെ പൂർണ്ണമായ വിശ്വാസമുള്ളൂ, തവക്കുലില്ലാത്തവന് വിശ്വാസമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ദാസനെ സഹിക്കാനാവാത്തതിനെ, ആളുകൾ ഉപദ്രവിക്കുന്നതിനെ, അനീതിയെ, ആക്രമണത്തെ ചെറുക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ മാർഗമാണ് ആ കാര്യം അള്ളാഹുവിലേൽപ്പിക്കുക. ഞാൻ അള്ളാഹുവിലേൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചെയ്യേണ്ടത് ചെയ്തു മാറി നിൽക്കുമ്പോൾ അല്ലാഹു തആല നമ്മളെ സഹായിക്കും. ഒരാൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഒരാൾ നിർബന്ധമായും ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ്. അത് ചൊല്ലി ഇറങ്ങിയാൽ എന്തു സംഭവിക്കും? പിശാച് പറയുമത്രേ, ഹുദീത വകുഫീത വവുകീത, അവൻ നേർമാർഗം സിദ്ധിച്ചു, മതിയായവനായി, അവൻ സംരക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് പിശാച് മറ്റൊരു പിശാചിനോട് പറയും, കൈഫലക ബിറജ്ലിൻ ഖദ് ഹുദി വകുഫി വവുകി, സംരക്ഷിക്കപ്പെട്ട മതിയായവനായ ഹൃദയത്തിൽ സന്മാർഗം സിദ്ധിച്ച ഒരാളെ നിനക്കെങ്ങനെ പിഴപ്പിക്കാൻ സാധിക്കും? അതോടെ പിശാച് നിരാശപ്പെട്ട് നമ്മുടെ വഴിയിലേക്ക് വരാതിരിക്കും എന്ന് നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. തവക്കുലിൻ്റെ ശക്തി എത്രയാം! തവക്കുലിൻ്റെ ശക്തി വളരെ വലുതാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ തീയിലേക്ക് എറിഞ്ഞപ്പോൾ ആ തീ തണുപ്പായി മാറി. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെടുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് താങ്കൾക്ക് വല്ല ആവശ്യവുമുണ്ടോ? മലക്കിനോട് ഉത്തരം പറയുന്നത്, താങ്കൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിച്ചോളാം, നിന്നോട് എനിക്കൊരാവശ്യവും പറയാനില്ല. അത്രയും വലിയ തവക്കുലാണ് ഇബ്രാഹിം അലൈഹിസ്സലാമക്കുണ്ടായത്. മൂസാ അലൈഹിസ്സലാമ, അത് അദ്ദേഹവും ഇസ്രായേല്യരും ഫിർഔൻ, മുന്നിൽ കടൽ, എന്ത് സംഭവിച്ചു? പൂർണ്ണമായ തവക്കുൽ അല്ലാഹുവിലേക്ക് നൽകിയപ്പോൾ കടൽ പിളർന്ന് വഴിയുണ്ടായി. അതിലൂടെ മൂസാ അലൈഹിസ്സലാമിനെ രക്ഷിക്കുക മാത്രമല്ല, ഇവരെ തകർക്കാൻ വന്ന ഫിർഔനിനെയും സമൂഹത്തെയും മുഴുവൻ ആ കടലിൽ മുക്കിക്കൊല്ലുകയും ചെയ്തു. നമ്മൾ എന്തൊക്കെ ഈ രാജ്യത്ത് ഭയപ്പെടുന്നുണ്ടോ, മൂസാ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം ഖുർആനിൽ വിരൽ വെച്ച് വായിച്ചാൽ മതി. അത്ര സമാധാനം കിട്ടുന്ന വേറെ ഒരു വർത്തമാനമില്ല. കാരണം ഫിർഔൻ കിരാതനായ ഭരണാധികാരിയായിരുന്നു. ഒരു നിമിഷാർദ്ധം കൊണ്ട് അവനെ ഇല്ലാതാക്കിയതാരാ? അല്ലാഹു തആല. എന്തു തന്നെ സംഭവിച്ചാലും അല്ലാഹു കൂടെയുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല, പ്രയാസപ്പെടേണ്ടി വരില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗറിൻ്റെ ഗുഹയിലിരുന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബിയേ, നമ്മളെ ആ ശത്രുക്കൾ കണ്ടാലോ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കറെ, ഒരിക്കലും ദുഃഖിക്കേണ്ട, അല്ലാഹു കൂടെയുണ്ട്. ഈ ഒരു വിചാരം, ഈ ഒരു വികാരം, അതാണ് തവക്കുലിന് വേണ്ടത്.
فانقلبوا بنعمة من الله وفضل لم يمسسه سوء واتبعوا رضوان الله والله غني فضل الله അങ്ങനെ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു മഹത്തായ അനുഗ്രഹവും ഔദാര്യവും അവർ തിരിഞ്ഞ് മടങ്ങി വന്നു. ഫിറൗന്റെ കാര്യം പറയാൻ, മൂസാ അലൈഹി ഇസ്ലാമിന്റെ കാര്യം പറയുകയാണ്. അവരൊരിക്കലും തിന്മ സ്പർശിച്ചിട്ടില്ല, അള്ളാഹുവിന്റെ പ്രീതിയെ പിൻപറ്റുകയും ചെയ്തു. അള്ളാഹു വമ്പിച്ച ഔദാര്യവാനാണ് എന്ന് അള്ളാഹു തആല ഖുർആനിലൂടെ എടുത്തു പറയുന്നുണ്ട്. അഥവാ നന്മ ചെയ്ത് മുന്നോട്ട് പോകുന്നവന് മാത്രമേ തവക്കുൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, തിന്മ ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം അവന് ഭയമാണ്, ഞാൻ ചെയ്തതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ, ഞാൻ ചെയ്തതിൽ പരാജയമുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പൂർണ്ണമായ തവക്കുൽ അള്ളാഹുവിനാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. രാജ്യത്തിൻ്റെ കാര്യത്തിലായാലും, കുടുംബത്തിൻ്റെ കാര്യത്തിലായാലും, മക്കളുടെ കാര്യത്തിലായാലും, ശാരീരിക ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും, നമ്മുടെ സാമ്പത്തിക ഭദ്രതയുടെ കാര്യത്തിലായാലും എല്ലാം അള്ളാഹുവിൽ വരവേൽപ്പിക്കുന്നുണ്ടോ, അള്ളാഹു സഹായിക്കും എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ സഹായം നേടിയെടുക്കാൻ യോഗ്യതയുള്ളവരായി, ഈമാനിൻ്റെ ആളുകളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. തവക്കുലിന് ധാരാളം ഉപകാരങ്ങളുണ്ട്. ആ ഉപകാരങ്ങളെ പഠിച്ചറിയാനും മനസ്സിലാക്കാനും അതുമായി മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണം. അത്തരം ആളുകളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു മുസ്ലിം എന്ന നിലക്ക് ഈ സമുദായത്തെപ്പറ്റി ആശങ്കപ്പെടുകയും ഭയപ്പെടുകയും ഒക്കെ ചെയ്യൽ ആവശ്യമാണ്. എന്നാൽ സമുദായം ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്യുകയും ഈമാനികമായി നിലനിൽക്കുകയും തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ ആഴത്തിൽ ജീവിതത്തിലേക്ക് എടുത്തു വെക്കുകയും ചെയ്താൽ ഈ സമുദായത്തിൻ്റെ ഇസ്സത്തുണ്ടാകും. സഹാബത്തിന് എന്തുകൊണ്ട് ഇസ്സത്ത് വന്നു? വളരെ കുറഞ്ഞ 1000 പേരെ 313 പേർ പരാജയപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? മനസ്സിൻ്റെ ബലം കൊണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ബലം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? ഖുർആനിലേക്ക് മടങ്ങുന്നില്ല, ഖുർആന്റെ പരിഹാരത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല. നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരിഹാരം സ്വീകരിക്കാതെ നമ്മുടെ വായിൽ തോന്നിയതും നമ്മുടെ മനസ്സിൽ തോന്നിയതും പരിഹാരമായി സ്വീകരിക്കപ്പെടുമ്പോൾ ആ പരിഹാരത്തിന് ബർക്കത്തുണ്ടാവുകയില്ല. അത് തവക്കുലിൻ്റെ പരിഹാരമല്ല. അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കണം, പ്രവർത്തിക്കണം. 2 തരം ആളുകളുണ്ട്, 3 തരം ആളുകളുണ്ട്. ഒന്ന്, മുഴുവൻ തവക്കുൽ ചെയ്ത് ഒന്നും ചെയ്യാതെ മാറിയിരിക്കുന്നവർ. തെറ്റാണത്. ചെയ്യേണ്ടത് ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, ഞാൻ ഒട്ടകത്തെ കെട്ടിയിട്ട് തവക്കുൽ ചെയ്യണോ, അഴിച്ചുവിട്ട് തവക്കുൽ ചെയ്യണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കെട്ടിയിട്ട് തവക്കുൽ ചെയ്യണം, അഴിച്ചുവിട്ട് തവക്കുൽ ചെയ്യാൻ പാടില്ല. അതുപോലെ ഒരു പ്രശ്നത്തെ ഊരിവിട്ട് കളയാനും പാടില്ല. എന്നാൽ മുഴുവൻ തവക്കുൽ കൊടുത്ത് മാറി നിൽക്കാനും പാടില്ല. മറിച്ച് ഒരു തവക്കുലുമില്ലാതെ ബേജാറായി പ്രയാസപ്പെട്ട് അസ്ബാബുകളുടെ പിന്നാലെ പറ്റിപ്പിടിച്ചോടാനും പാടില്ല. മറിച്ച് അസ്ബാബുകളെ സ്വീകരിക്കുകയും തവക്കുലിനെ സ്വീകരിക്കുകയും ചെയ്ത് വസതീയത്തിൻ്റെ നിലപാടിൽ നിൽക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. സർവശക്തനായ അല്ലാഹു ഒരു കാരണമില്ലാതെയും സഹായിക്കും. കടല് പിളരാൻ കാരണമുണ്ടായിരുന്നില്ല, തീയു തണുപ്പാകാൻ കാരണമുണ്ടായിരുന്നില്ല, ബദർ ജയിക്കാൻ കാരണമുണ്ടായിരുന്നില്ല, മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് യൂനുസ് അലൈഹിസ്സലാം രക്ഷപ്പെടാൻ ഒരു കാരണവും ഉണ്ടായിരുന്നില്ല, അയ്യൂബ് അലൈഹിസ്സലാമിൻ്റെ രോഗം മാറാൻ ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. അസ്ബാബുകൾക്കപ്പുറം സഹായിക്കുന്നവനാണ് അല്ലാഹു. ആരും നിരാശപ്പെടേണ്ടതില്ല, ആരും പ്രയാസപ്പെടേണ്ടതില്ല. കുന്നോളം കടമുണ്ടെങ്കിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു ആ കുന്നോളമുള്ള കടത്തെ ഇല്ലാതാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനയുണ്ട് കടം മാറാൻ.
ഒരു ദുഃഖം വന്നാൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ആ ദുഃഖത്തിൻ്റെ മുഴുവൻ ഇല്ലാതായി സന്തോഷം വരുന്ന പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥനകൾ പഠിക്കണം, മനസ്സിലാക്കണം, തവക്കുൽ ചെയ്യണം. ഒന്നിനും ബേജാറാകേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിചാരിക്കേണ്ടത് വിചാരിച്ച് അള്ളാഹുവിൽ നല്ല നിയ്യത്ത് വിചാരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അള്ളാഹു ഉണ്ടായിരിക്കും. ഇനി ഈ തവക്കുൽ നഷ്ടപ്പെട്ടാൽ ഏറ്റവും വലിയ ദോഷവും തിന്മയും എന്താണ്? അക്ഷമയാണ്, ദേഷ്യമാണ്, നിരാശയാണ്, ആശങ്കയാണ്. ഇതൊക്കെ പിറവിയെടുക്കുന്നത് തവക്കുലില്ലായ്മയിൽ നിന്നാണ്. തവക്കുലുണ്ടെങ്കിൽ അവന് ക്ഷമയുണ്ടാകും, തവക്കുലുണ്ടെങ്കിൽ അവന് ദേഷ്യമുണ്ടായിരിക്കുകയില്ല, തവക്കുലുണ്ടെങ്കിൽ നിരാശയിൽ നിന്നും മാറാൻ പറ്റും, തവക്കുലുണ്ടെങ്കിൽ ആശങ്കയിൽ നിന്നും മാറാൻ പറ്റും. എല്ലാ ജന്തുക്കൾക്കും ജീവജാലങ്ങൾക്കും അള്ളാഹു ഭക്ഷണം ഏറ്റിരിക്കുന്നു. അതുകൊണ്ട് റിസ്കിന്റെ കാര്യത്തിൽ ആശങ്ക വേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എത്രയോ ജീവികളാണ് അവയുടെ ആഹാരം അവ സ്വയം വഹിക്കാത്തതായിട്ടുള്ളത്. അവക്കും നിങ്ങൾക്കും അള്ളാഹു ആഹാരം തരുന്നു. അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ചെറിയ പുഴുക്കളടക്കം വലിയ ആന വരെ, നീലത്തിമീങ്കലം വരെ ഉള്ള എല്ലാറ്റിൻ്റെയും ഭക്ഷണം അള്ളാഹു ഏറ്റിട്ടുണ്ടെങ്കിൽ മനുഷ്യനായ നമ്മുടെ ഭക്ഷണവും അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് എന്ന ഒരു വിചാരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ തവക്കുലാകുന്ന ഒരു നല്ല സ്വഭാവം ഉണ്ടാക്കുകയും അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ഫലമേൽപ്പിക്കുകയും നബിമാരുടെ ചരിത്രം പഠിച്ച് മനസ്സിലാക്കി സഹായം ലഭിക്കുന്ന വഴി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. പൂർണ്ണമായ തവക്കുലോടുകൂടി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ അവർക്ക് അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد.